നെല്ലിക്ക സീസണാണല്ലോ. ആംല ക്യാൻഡി അഥവാ നെല്ലിക്ക മിഠായി തയ്യാറാക്കുക. അതിനായിട്ട് ഏകദേശം 750 ഗ്രാം നെല്ലിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക. അതിനുശേഷം 15 മിനിറ്റ് ആവി കയറ്റി കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക. 500 ഗ്രാം കൽക്കണ്ടം വലിയ കഷ്ണം ഒരു ഇടികല്ല് വെച്ച് ചെറുതാക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ നേർമയായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. തയ്യാറാക്കിയ നെല്ലിക്ക കഷ്ണങ്ങൾ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഒരു ഉരുളി ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് തയ്യാറാക്കി വെച്ച നെല്ലിക്ക പേസ്റ്റോട് ചേർത്ത് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് വഴറ്റുക. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കൽക്കണ്ട പൗഡറിൽ ഏകദേശം 400 ഗ്രാമോളം കൽക്കണ്ട പൗഡർ ഈ മിശ്രിതത്തിൽ ചേർത്ത് കൊടുക്കുക. ബാക്കി കൽക്കണ്ട പൗഡർ മാറ്റി വയ്ക്കുക. കൽക്കണ്ടം ചേർക്കുമ്പോൾ ഈ മിശ്രിതം ഒന്നും കുറച്ച് ലൂസാവും. നന്നായിട്ട് വഴറ്റുക. ഒരു 10 മിനിറ്റിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ സാധാരണ ഉപ്പ്, 1 സ്പൂണ് ബ്ലാക്ക് സോൾട്ട് അഥവാ ഇന്ദുപ്പ്, 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ നെയ്യൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. പാത്രത്തിൻ്റെ സൈഡിൽ നിന്ന് വിട്ട് വരാറാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയതോടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. ആ മിശ്രിതം നിറം മാറി പാത്രത്തിൻ്റെ സൈഡിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ട് വരുന്നവരെ ഇതുപോലെ വഴറ്റുക. അതിനുശേഷം നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലേക്കോ മിശ്രിതം മാറ്റി തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മിശ്രിതം തണുത്തതിന് ശേഷം നെയ്യ് തടവിയ കയ്യിൽ അല്പാൽപമായിട്ടെടുത്ത് ഇതുപോലെ ഉരുളകളായിട്ട് തയ്യാറാക്കാം. ഞാനിങ്ങനെ ഉരുളകളായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തയ്യാറാക്കിയ ഉരുളകൾ ഇപ്പോൾ ബാക്കിയുള്ള കൽക്കണ്ടപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ശേഷം ചില്ല് കുപ്പികളിലാക്കി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വളരെ സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ആംല ക്യാൻഡി റെഡി. നെല്ലിക്കയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി ഡെയിലി ഇങ്ങനെ ഓരോ ഉരുളകൾ കൊടുത്താൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒപ്പം സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.